കുഫ്റൻ അലൽ ബാബി. പെണ്ണ് മറുപടി, എടാ ഹംകെ പമ്പര വിട്ടി, അല്ല ജഅൽതലഹ ലമ്മാ ഖലൂത ബിഹാ, നിനക്ക് അവളെ ഏകയായി കിട്ടിയ അവസരത്തിൽ നിനക്ക് ഒരു കാര്യം ചെയ്യായിരുന്നില്ലേ? ഹിർസൻ അലന്താരിയോ കുഫ്റൻ അലൽ ബാബി, ആരെങ്കിലും ഒരാളെ കാവൽ നിർത്തി വേണ്ട നീ ഭക്ഷണം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുറത്ത് കൂട്ടിനോടെ പോവാൻ അത്രയും വിട്ടിത്തരം ചെയ്തിട്ട് നീ ഇപ്പൊ ഭ്രാന്തനെ നടക്കുകയാണോ? പെണ്ണ് ചോദിച്ചപ്പോ ഇയാൾക്ക് ഭ്രാന്ത് കൂടെ മൂത്ത്. പിന്നെ രണ്ടും കൂടി പാടാണ്. أين الطريق إلى حمام منجبي هلا جعلت لها لما خلوت بها حرزا على الدار أو كفنا على الباب. അങ്ങനെ ഇയാള് മരണത്തിന്റെ സമയം പോവുകയാണ്. ഒരു താഴെ ആന്തോട് കൊടുത്ത് ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കും. മരണമാസന്നമായാൽ ദിക്ർ ചൊല്ലിക്കൊടുക്കണം. ലക്കിനോ ഓർത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമായി കിടക്കുന്ന ഘട്ടം ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ബിലാ ഇൽഹാഇൻ, നിർബന്ധിക്കൽ കൂടാതെ ചെല്ല് നിർബന്ധിക്കാൻ പാടില്ല. ചൊല്ലിക്കൊടുത്താൽ കീട്ടിയാൽ ചൊല്ലിക്കൊടുക്കും, നല്ല ആളാൻ ചൊല്ലിക്കൊടുക്കും. ചെല്ല് നിർബന്ധിക്കാൻ പാടില്ല. അപ്പൊ ജനങ്ങളൊക്കെ ഇയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോ ഇയാൾ ചൊല്ലിക്കൊടുക്കണമെന്ന് നോക്കിയിട്ട് പിന്നെ ചൊല്ലിക്കൊടുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ലാ ഇലാഹ ചൊല്ലിക്കൊടുത്തു. അപ്പൊ എന്താ അതങ്ങനെ ചെയ്താണ് പോയി. അപ്പൊ എന്തിനാണോ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിൽ അതാണ് നമ്മുടെ അവസാനത്തിൽ വരാൻ പോകുന്ന വാചകം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിനെ മുറുകെ പിടിക്കാൻ പറയുന്നത്. വെറുതെയല്ല. ദിക്റിന്റെ മജ്‌ലിസുകൾക്കും ദിക്റുകൾക്കുള്ള പ്രാധാന്യം അതാണ്. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ മഹത്തായ ആ തൗഹീദിന്റെ കലിമത്തിന് നമ്മുടെ നാവ് വഴങ്ങിയാൽ മരണസമയത്ത് നമുക്കത് അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ അവസാനത്തിൽ അതായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാവണം നിന്റെ അവസാനത്തിൽ. അതുകൊണ്ട് എന്ത് വേണം? അതിൽ നീ മുറുകെ പിടിക്കണം, അതിൽ ജീവിക്കണം. അതാണ് മഹാനായ ഇച്ചമസ്താൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ ജദുവിൽ മജ്ദൂബായി നമ്മൾ പറഞ്ഞെന്താ? മഹാനവറുകൾ പറഞ്ഞു, നീ അല്ലാഹുവിനെ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ തൗഹീദിന്റെ കലിമത്തിൽ നീ അടിയുറച്ചു നിൽക്കണം. നഫ്സന്റെ തൻകിബില് നേരങ്കമുള്ള തടി നേരിട്ട് നോടി നടട, നാലും പറഞ്ഞ തടി അഞ്ചാം മുശാഹദയിൽ നാലാറ് നുള്ളിക്കൊടട. ആഹാ എന്റെ കമലം ഹയ്യെന്ന വജ്രമിൽ കീറിത്തെളിந்த മലര, ഹവായിൽ കളിക്കും അനനഫ്സി മുഹീദ്ദീൻ പാദം കൊണ്ടാടുക നീയേ. ജയിക്കും ഹനഹസനുടെ സിജിനിൽ നിന്നും ഹക്കായ ഈ അമൃതം നീയുന്നടി. ജലാലന്റെ തോപ്പകമില് സിറണ്ട വാതിലൂടെ താക്കോലു വിവരല്ലടി. ഇന്നത്തെ വിഷയമാണ് ഈ ഇച്ചമസ്താൻ ആ പദ്ധത്തിൽ നമ്മൾ അറിയിക്കണം. നമ്മുടെ ഇന്നത്തെ വിഷയം നഫ്സന്റെ തൻകിബില, നിന്റെ നഫ്സിനെ നീ സൂക്ഷിച്ചോ. ശരീരം, ആത്മാവ്, ഖൽബ്, ബുദ്ധി, ചിന്ത എന്നൊക്കെ നഫ്സ് എന്ന പദത്തിന് അർത്ഥം പറയാം. ഇതിന്റെ സമ്മേളനമാണല്ലോ നമ്മുടെ ചലന അടക്കം ഇതുപോലെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ എല്ലാത്തിന്റെയും സംഗമമാണ്. നമ്മുടെ ചിന്തയെ പോലും നിയന്ത്രിക്കുന്നത് ഈ ആത്മാവാണ്, നഫ്സാണ്. ആ നഫ്സിനെ നീ സൂക്ഷിച്ചോ. ആ നഫ്സിന് നീ ശക്തി പകർന്നോ, അതിന് പവർ നൽകിക്കോ, ഊർജം നൽകിക്കോ. നമ്മിൽ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുന്ന സകല കഴിവുകളെയും ശക്തിപ്പെടുത്താൻ
തക്കതായ ഊർജം ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഒരു തരം കഴിവാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ ഒരു ചെറിയ വിശദീകരണം നൽകാം. ഈ പ്രപഞ്ചത്തിൽ അന്തരീക്ഷത്തിലൊക്കെ ആ ഊർജമുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ ഖുർആനിൽ, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. സൂറത്ത് നൂർ എന്നൊരു അധ്യായം ഖുർആനിൽ പ്രകാശത്തിനെ കുറിച്ചുള്ള സൂറത്ത്. പ്രകാശം, നൂർ എന്ന പ്രകാശം, പ്രഭ. അതിൽ അല്ലാഹു പറയാം, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും നൂറാണ്, പ്രഭയാണ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിന്റെയും പ്രകാശമാണ് അല്ലാഹു. ആ പ്രകാശത്തെ നാം ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, പ്രസവിച്ച തന്റെ മക്കളോട് ആ മാതാവിന് കാണുന്ന വാത്സല്യം, അത് ബുദ്ധിയില്ലാത്ത മൃഗങ്ങളാണെങ്കിൽ പോലും, കോഴിക്ക് തന്റെ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം, പശുവിന് തന്റെ കിടാവിനോടുള്ള വാത്സല്യം, സകലമായ മൃഗങ്ങൾക്കും അവരുടെ മക്കളോടുള്ള വാത്സല്യം, പക്ഷികൾക്ക് ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ആ കുട്ടികളോടുള്ള വാത്സല്യം, എത്രമാത്രം വാത്സല്യമാണ് നാം അത് നോക്കാറില്ലേ, കാണാറില്ലേ, ശ്രദ്ധിക്കാറില്ലേ? ശ്രദ്ധിക്കണം, ഓടൊക്കെ അള്ളാനെ കാണും. പൂച്ച തന്റെ കുഞ്ഞുങ്ങളെ വാലാട്ടി കളിപ്പിക്കുന്ന സമ്പ്രദായം കാണാറില്ലേ? അവിടൊക്കെ എന്റെ അള്ളാനെ കാണാത്തത്? തോഴി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എത്രയോ തന്റെ കഴിവിന്റെ പരമാവധി ആ ഉയരങ്ങളിലേക്ക് പറന്ന് ശത്രു ഓടിക്കുന്ന ആ രംഗം എന്തുകൊണ്ടാണ് എന്റെ അള്ളാനെ ഓർക്കാൻ സഹായകമാക്കാത്തത്? അതുപോലെ ഓരോ ജീവജാലങ്ങളിലേക്കും അല്ലാഹു നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആ റഹ്മത്ത്, ആ കാരുണ്യം, അത് അല്ലാഹുവിന്റെ നൂറാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാകുന്ന മൃഗങ്ങളെയും ഇതര ജീവികളെയുമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെങ്കിൽ, അവിടെയൊക്കെ നീ ബുദ്ധിയുള്ള മനുഷ്യൻ അല്ലാഹുവിനെ കാണണം. പക്ഷേ നമ്മുടെ ബുദ്ധി മരവിച്ചിരിക്കും. നമ്മുടെ ചിന്ത ഭൗതികത്തിനോട് മാത്രം ബന്ധപ്പെട്ടിരിക്കുക, അതിന്റെ അലങ്കാരങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കാൻ, പിന്നെ എവിടെ സമയം മറ്റേൽപ്പിക്കാൻ? പ്രപഞ്ചത്തിന്റെ ഓരോ സെക്കൻഡ് ചലനങ്ങളിലും നമുക്ക് അല്ലാഹുവിനെ കാണാനും പഠിക്കാനുമുള്ള എല്ലാ രംഗങ്ങളും ലോകത്തുണ്ട്. അതാണ് അല്ലാഹു തആല അല്ലാഹുവിനെ കുറിച്ച് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു. ഫിർഔനെ അന റബ്ബുക്കുൽ അഅല എന്ന് പറയുന്ന ഫിർഔൻ, ഞാനാണ് ഈ ലോകത്തെ പരമേശ്വരൻ എന്ന് വാദിച്ച ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വമാ റബ്ബുക യാ മൂസ, എന്റെ റബ്ബ് എന്താ? മൂസാ നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എന്റെ റബ്ബ് ലോകത്തുള്ള സകല വസ്തുക്കൾക്കും അതിന്റേതായ പ്രകൃതി നൽകുകയും പിന്നീട് അതിന് മാർഗദർശനം നൽകിയവരുമാണ്. ഒരേ മണ്ണിൽ മുളച്ചു പൊന്തുന്ന സസ്യങ്ങൾക്ക് വിവിധങ്ങളായ ഔഷധ ഫലങ്ങൾ, വിവിധങ്ങളായ പ്രോട്ടീനുകൾ, വിവിധങ്ങളായ രസങ്ങൾ, മധുരം, കയ്പ്, പുളി. ഒരേ മണ്ണിൽ ഉണ്ടായ പുളിമൽ കാഴ്ച, പുളിക്ക് പുളി, മാവുമ്മ